നമുക്ക് പരാതി കിട്ടിയത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും അതിൽ കുഴപ്പം കണ്ടെത്തുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാവും. പൂർണ്ണമായിട്ടും സുതാര്യമായിട്ടും നിഷ്പക്ഷമായിട്ടും ഇലക്ഷൻ നടത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക പട്ടിക തയ്യാറാക്കണം? ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പരാതി കിട്ടിയതിനെ തുടർന്ന് ഫീൽഡ് തലത്തിലും ഓഫീസ് തലത്തിലും കൃത്യമായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ അതൊരു പ്രത്യേക ലിസ്റ്റായിട്ട് തന്നെ അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ മാനുവലിൽ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ട് സുതാര്യമായിട്ടായിരിക്കും ഇലക്ഷൻ നടത്തുന്നത്. ഒറ്റ കാര്യമുണ്ട്, ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും നിരവധി വോട്ടർമാരെ പാലക്കാട്ടേക്ക് വോട്ട് ചേർത്തിരുന്നെന്ന് പറയപ്പെടുന്നു. പരാതിയുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് കൃത്യമാണെന്ന് മനസ്സിലാകുന്നു. കൊടുമ്പിൽ നിന്നെല്ലാം കണ്ണാടിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ വോട്ടർമാരെല്ലാം ഇപ്പോൾ പാലക്കാട്ടെ വോട്ടർ പട്ടികയിലുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഏതെങ്കിലും മാർഗമുണ്ടോ? അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കിട്ടിയ പരാതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ കൃത്യമായിട്ട് നടത്തുന്നതിനുള്ള 101% ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്.